ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആൽമണ്ട്, വാൾനട്ട് ആൻഡ് കാഷ്യൂനട്ട് ആണ്. അപ്പോൾ ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ട് 7.5 മിനിറ്റ് ടൈം ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കത് കരിയാതെ നല്ല കറക്റ്റായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടും. എന്നിട്ട് ഞാനിതൊരു ജാറിലേക്ക് മാറ്റിയിട്ട് ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. നന്നായിട്ടിത് പൊടിച്ച് നമ്മൾ കൂടുതൽ പൊടിക്കും തോറും ഇത് ഓയിലി ആയിട്ട് ഇതിന്ന് ഓയിൽ റിലീസ് ചെയ്ത് വരും. അപ്പോൾ ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് പോർഷൻ ഇട്ടു, പിന്നെ സെക്കൻഡ് പോർഷൻ ഇട്ടു, അങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പോർഷനും ഇടുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ ബ്ലേഡ്സിൻ്റെ ഇടയിൽ ഇത് വന്ന് ഫില്ലായിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനിത് കണ്ടിന്യൂസ് വീണ്ടും വീണ്ടും അരയ്ക്കുകയാണ്. ആ പ്രോസസ്സാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മധുരത്തിനായിട്ട് ഞാൻ ആഡ് ചെയ്തത് ജാഗരിയാണ്. 2 ടേബിൾ സ്പൂൺ ജാഗരിയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പനക്കൽക്കണ്ട യൂസ് ചെയ്യാം. ഇനി വൈറ്റ് ഷുഗർ യൂസ് ചെയ്യാം. വൈറ്റ് ഷുഗർ ഹെൽത്തി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ മറ്റു ഓപ്ഷനിലേക്ക് പോകുന്നത്. ഇത് നമ്മളിങ്ങനെ അടിക്കുന്തോറും അത് ഇങ്ങനെ കുഴഞ്ഞൊരു കുഴമ്പ് പരുവത്തിലേക്ക് ആയി വരുന്നത് കാണാം. വീണ്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇത് അടിച്ചുകൊണ്ടിരിക്കണം. അത് അടിക്കുന്തോറും തന്നെ ഇത് നല്ല ലിക്വിഡ് പോലെ വന്നുകൊണ്ടിരിക്കും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജാഗരിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആക്കാം. എങ്കിലും ഞാനെപ്പോഴും മധുരം കുറച്ചാണ് പ്രിഫർ ചെയ്യുന്നത്. നന്നായിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ അരയ്ക്കുന്തോറും അത് നല്ല കുഴമ്പ് പോലെ വരും. നന്നായിട്ട് ഇതിൽ ഓയിൽ ഇതിനകത്തുനിന്ന് റിലീസ് ആവുന്നതാണ്. ഞാനിത് ചോക്ലേറ്റ് സ്പ്രെഡ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ 2 ടേബിൾ സ്പൂൺ ഇനി കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഞാനിതിൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇത് അരച്ചെടുക്കുകയാണ്. കണ്ടോ, കൊക്കോ പൗഡർ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു കളർ തന്നെ മാറി, ചോക്ലേറ്റിൻ്റെ കളറായിട്ട് മാറി. നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും ഇത്. ഇവിടെ ചോക്ലേറ്റ് സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ബ്രെഡിൻ്റെ കൂടെയോ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക്സിൻ്റെ കൂടെയൊക്കെ ഇത് സ്പ്രെഡാക്കി കഴിക്കാവുന്നതാണ്. ഭയങ്കര ഹെൽത്തിയാണ്. കാരണം ഈ വാൾനട്ടൊന്നും കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടമല്ല, അവരത് കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഇവരുടെ അകത്തത് ചെല്ലുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റി ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്.